പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ മോളുടെയും മോൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട്, അതായത് ശ്രീഹരിയും നയനയും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാം വിരുന്ന് വരുവാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ രണ്ടാം വിരുന്നെന്നൊക്കെ പറഞ്ഞ ഓരോ ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പണ്ടത്തെ ആചാരം അത് നമ്മളും അങ്ങനെ ചുമ്മാ ഒരു രസം എല്ലാവരും കൂടെ ഒന്ന് കൂടുന്നു. അപ്പോൾ അമ്മ വീട്ടിലാണ് രണ്ടാം വിരുന്ന്, അതായത് എൻ്റെ വീട്ടിലാണേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ശ്രീഹരിയും നയനയും തലേ ദിവസം, അതായത് ശനിയാഴ്ച നമ്മുടെ വീട്ടിൽ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആണ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു 10 മണിയോടുകൂടിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ നമ്മുടെ വീട്ടിൽ ഇത്തിരി ഫുഡൊക്കെ ഇണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ഇണക്കി, പിന്നെ മുട്ട പുഴുങ്ങി, പിന്നെ ചമ്മന്തിയൊക്കെയാണ് ഇണക്കുന്നത്. അങ്ങനെ പിന്നെ വേഗം തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നയനയും നന്ദും ഒരുങ്ങി വരാനായിട്ട് വൈകുന്നുണ്ട്. ശ്രീഹരി അതുപോലെ തന്നെ ഒരുങ്ങി വരാൻ വൈകി കേട്ടോ. 10 മണിക്ക് ഇറങ്ങാമെന്ന് ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ. 10 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിൽ നിന്ന് തിരക്കുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങിയില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ കൊച്ചു പിള്ളേരായിരുന്നെങ്കിൽ കുളിപ്പിച്ചൊരുക്കി ഒക്കത്തെടുത്ത് വെച്ച് വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ മക്കളൊക്കെ വലുതായിപ്പോയില്ലേ, ഇനി അവരവരുടെ ഇഷ്ടത്തിനൊരുങ്ങി വന്നാലല്ലേ നമുക്ക് സമയത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പോൾ ശ്രീഹരി നയനി അവിടെ പുറത്ത് പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. നന്ദു ചിറ്റൻ്റെ വീട്ടിലാണ് കിടന്നത്. നന്ദുവിനോട് വേഗം റെഡിയാകായിട്ട് പോകേണ്ടതാണ്, വേഗം എഴുന്നേറ്റ് വാന്നൊക്കെ ഞാനങ്ങനെ പറഞ്ഞൊക്കെ വെച്ചു. പിന്നെ അതിന് ശേഷം ഇഡലിക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയിലാണ് തേങ്ങ ഇരണ്ടുന്നത്. അവിടുത്തെ ലൈറ്റ് പോയി കിടന്നിട്ട് പിന്നെ വെളിച്ചം കിട്ടുന്നില്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളുണ്ട്, പിന്നെ നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പള്ളിത്തോട് ഏരിയയിൽ പോയിട്ട് ചൂണ്ടയിടുന്നുണ്ട്, ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോയി, അതുകൊണ്ട് പിന്നെ വെളിച്ചം കുറവായതുകൊണ്ട് അവിടുത്തെ വീഡിയോ എടുത്തില്ലായിരുന്നു. പച്ചമുളക് ചെടിയേ നന്നായിട്ടൊന്നും കല്യാണ സമയമൊക്കെ അങ്ങോട്ട് നോക്കാനൊന്നും പറ്റിയില്ല, എന്നാലും ഉണ്ടായി. മക്കളെ വെള്ള ചമ്മന്തി വേണോ അതാ മുളക് ചമ്മന്തി വേണ? ചുമന്നത് വേണ? വെള്ള മതിയാ? എന്നാ പച്ചമുളക്, നമ്മുടെ പച്ചമുളക് നിൽക്കുന്ന പച്ചമുളകും കൂടെ പറിക്കാം. എന്നിട്ട് വെള്ളം എടുത്തിട്ട് വരുവാ. എന്നാ പറിച്ചെടുക്ക്. മകള് പച്ചമുളക് പറിക്കാനായിട്ട് പോയി. അല്ല, വിളഞ്ഞത് നോക്കി പറിച്ചിട്ട് വാ. അതിൻ്റെ പൂവൊക്കെ കടന്നു പോകരുതേ ബാക്കിയുള്ളത്. അതിന് 3 എണ്ണം എടുക്കാൻ പറ്റുമെങ്കിൽ 3 എണ്ണം എടുത്തോ. കുറച്ചിവിടെ ഉണ്ട് പച്ചമുളക്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇഞ്ചി വലുതാവും. കൊണ്ടുവാ. എവിടെ കാണട്ടെ ഏതാ മുളക്? പോരാത്ത മുളക് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ച മുളകും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി കഴിയൊക്കെ വെച്ചിരിക്കുകയാണ്, ഇതും കൂടെ ചേർക്കുന്നുണ്ട് അതിനകത്തേക്ക്. പിന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്താം. നേരത്തെ മുറിച്ചൊരു കഷ്ണം ഇഞ്ചി ഉണ്ട്, അതൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് അതും, പിന്നെ 2-3 ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് നല്ല ജീരകം ചേർക്കുന്നുണ്ട്. ഒക്കെ ചേർത്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അത് ഈച്ച കിടന്ന് വറക്കുന്നുണ്ടല്ലോ. വേപ്പില എടുത്തിട്ട് പോരി. വേപ്പില വേണം, 2 തണ്ട് എടുത്താൽ മതി മേലെ, കൂടുതൽ എടുക്കണ്ടേ. ഇപ്പൊ വേറെ പാചകം ഇല്ലല്ലോ, അമ്മ ഉള്ളി എടുത്ത് ചേർക്കട്ടെ. രണ്ടുപേരും വേഗം റെഡിയാക്കാനൊക്കെ നോക്കിക്കോ. നന്ദുവിനെ വിളിച്ചിട്ട് വന്നില്ല കഴിഞ്ഞിട്ട്. പച്ചമുളകൊക്കെ അങ്ങോട്ട് ഒടിച്ചിടുകയാണ്. ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇച്ചിരി എരിവൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇനി എരിവ് കൂടിപ്പോകുമെന്ന് അറിയാൻ പറ്റില്ല. തേങ്ങയും ഉപ്പും ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്.
തേങ്ങ കൂടുതലുണ്ട് ജാറിനകത്ത് കൊണ്ടുപോയി അത് അരച്ച് നോക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ചേർത്തു. ഇത്തിരി നല്ല ജീരകം പിന്നെ ഇച്ചിരി വേപ്പില ചേർക്കുന്നുണ്ട്. നല്ല ജീരകം. അവിടെ അനിയൻ മക്കളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവരിന്നലെ വന്നപ്പോഴേ ഒരുപാട് സമയമായെന്നും പറഞ്ഞിട്ട് അവരിന്ന് ഇന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങി. അണ്ണന്റെ ക്ലാസ് വിട്ടിട്ട് വേണം അങ്ങോട്ട്. ആശുപത്രി എപ്പോഴാ പോണേ? ഇപ്പൊ പോകാൻ റെഡിയായ സ്മിതനെയും കാണിക്കുന്നുണ്ടല്ലേ സ്ത്രീയില്. രണ്ടാൾക്കും മരുന്ന് മേടിക്കും. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ശ്രീഹരി നയനം വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുടുംബ വീട്ടിലോട്ടൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അനിയും പിള്ളേരെ കാണാനായിട്ട് വന്നതായിരുന്നു ഈ സമയത്തെ. ഇത്തിരിയുടെ വെള്ളം ഒഴിക്കും. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇത്തിരിയുടെ വെള്ളം ഒഴിച്ചൊന്ന് ശ്രദ്ധിച്ചരച്ചാൽ കുഴപ്പമുണ്ടാകത്തില്ല. പെട്ടെന്ന് പോയിട്ട് വരണം. ശ്രീ പോണ്ടായിപ്പ എന്നാ രണ്ടുപേരും കൂടെ വേഗം പോയിച്ചുമ്പാ. വേഗം വന്നം കേട്ടാ പോയിട്ട്. നയന വേഗം വന്നം. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് കാലിന് മരുന്ന് വെക്കാനായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോകേണ്ട ദിവസം കൂടിയാണ്. അപ്പോൾ അനിയനും ഏട്ടനും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിള്ളേരും അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ വേഗം തന്നെ ആ സമയത്ത് ഞാൻ ചമ്മന്തിയൊക്കെ താളിച്ചൊക്കെ എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ബോൺവിറ്റയുടെ ഒരേ തരത്തിലുള്ള ടിന്നിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കുമ്പോൾ ഇത്തിരി പാട് കിട്ടുമ്പോൾ കടുക് തപ്പുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉലുവ കയ്യിൽ കിട്ടും. ഇപ്പോൾ ഉലുവ നോക്കുമ്പോൾ കടുക് കയ്യിൽ കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ കുലുക്കി നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാമല്ലോ. പിന്നെ അതല്ല, ഇപ്പോൾ ചമ്മന്തിക്ക് ഉലുവയും വേണം കടുകും വേണം. അപ്പോൾ ഞാൻ ആദ്യമേ ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുക, അതിന് ശേഷമാണ് കടുക് ഇട്ട് കൊടുക്കുക. എന്നാ സാറേ, സെറ്റ് ഒന്നും നോക്കിട്ട് കണ്ടില്ല സാറേ. സെറ്റ് സാരിയും സെറ്റും ഉണ്ട്. എവിടെയാണ് വെച്ചേക്കണേന്ന് എനിക്കറിയാൻ പാടില്ല. കുറെ തപ്പി ഞാൻ സമയം കുറെ പോയി. കുറെ സമയം അതിന് വേണ്ടിട്ട് പോയി.
എന്നാ ഞാനിവിടെ നമ്മുടെ അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു, അമ്മ ഇങ്ങനെ മകള് സെറ്റ് സാരി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എന്നൊക്കെ പറയുകയും ചെയ്ത്. ഞാൻ കരുതി മകള് വന്നു കഴിയുമ്പോ മകളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാല്ലാന്ന് വെച്ച് എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട് പാകം ചേർത്ത്. എവിടെയാണെന്ന് അറിയില്ല. ഇപ്പൊ രണ്ടമ്മമാർക്കും കൊടുക്കായിരുന്നു അങ്ങോട്ട്. ഓക്കെ, സൂപ്പർ ചമ്മന്തിയാണ്. അങ്ങനെ ഒരുങ്ങി നമ്മൾ 10 മണി പറഞ്ഞ ആൾക്കാർ ഒരു 11 മണി കഴിഞ്ഞ് 11:30-ക്കുള്ളിലായിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ അതാ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ തറവാട് വീടിൻ്റെ വാതിക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അനിയൻ വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്, പുതിയ വണ്ടി എടുക്കുന്നുണ്ട്, കാർ എടുക്കാനായിട്ട് ഉള്ള പരിപാടിയൊക്കെ നടത്തുവാണ്. അപ്പോൾ അത് അവിടെ മോഡൽ കാണിക്കാനായിട്ട് ഏജൻസിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ വണ്ടിയൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണേ. അപ്പോൾ ശ്രീയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഏട്ടനും ശ്രീയും ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, ഞാനും നന്ദും നയനയും ബാക്ക് സീറ്റിലിരിക്കുവാണ് കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. നമുക്കൊരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിലെത്തിച്ചേരുവേ. നിങ്ങൾക്ക് പണി കിട്ടൂല. നയന ഇങ്ങോട്ട് നോക്കിയേ. അപ്പം അങ്ങനെ ഈ സമയത്ത് ഞാൻ മോളുടെ മൊബൈൽ കൊടുത്തിട്ട് മോൾ എടുക്കുകയാണ് കേട്ടോ വീഡിയോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ഫോൺ കൊടുത്തിട്ട് ഏട്ടനോട് പറഞ്ഞിട്ട് ഏട്ടൻ ഇത്തിരി സീനൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശ്രീഹരിക്ക് അമ്മാവൻ്റെ മോനെ എയർപോർട്ടിലോട്ടൊക്കെ ആക്കാനൊക്കെ പോകണം കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ രാത്രിയാണ് തിരിച്ചു പോരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ പരിപാടി അങ്ങനെ ഇന്ന് നമ്മളുടെ സ്വന്തം വീട്ടിലാണേ. അപ്പോൾ ഇന്ന് നല്ല രസമൊക്കെ ഉള്ള ദിവസമായിരുന്നേ. അപ്പോൾ അതൊക്കെ നമുക്ക് തുടർന്ന് കാണാം. ഇതിനത്രയും മണം വരുന്നില്ല കേട്ടോ, എന്നാലും ചെറിയ മണം ഉണ്ട്. നൈസിലുണ്ട്. എന്നതാ വേനെ ആ ഒരു പെർഫ്യൂം ഇതിൽ ഇല്ലായിരുന്നു, ഇപ്പൊ എടുത്ത് വെച്ചേക്കുവാ. അതെ, കൂടുതൽ നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് അപ്പോൾ എൻ്റെ സ്വന്തം വീടെന്ന് പറയുന്നത് ചേർത്തലയിൽ പട്ടണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ പൊന്നാമളി എന്ന് പറഞ്ഞ പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ പിന്നെ ഒരു കടയിലൊക്കെ കയറുന്നുണ്ടേ. വേഗം നോക്കിയെടുക്ക്. എന്താന്ന് വെച്ചെന്നൊക്കെ നോക്കിക്കോ. അമ്മച്ചിമ്മക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഒരു നല്ല സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ, എല്ലാ വക സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ വാങ്ങിയിട്ട് പോവുകയാണേ. അപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതുങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ചാനലിൻ്റെ പേരൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടൊക്കെ പോകാനായിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ സമയം അധികരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ സമയം ഒരുപാടായപ്പോഴത്തേക്ക് ഇത്രയും ടൈം ആയല്ലോ, ഒരു ടൈം നമ്മൾ പറഞ്ഞിട്ട് നമ്മളെയും കാത്തിങ്ങനെ അവരിയ്ക്കുന്നുണ്ടല്ലോ അവിടെ. അങ്ങനെ എപ്പോൾ വീട്ടിൽ പോയാലും എനിക്ക് ഗേറ്റഡ് പതിവാണ് കേട്ടോ. അങ്ങനെ ഗേറ്റഡ് കിട്ടി, ട്രെയിൻ പോയി, അതിന് ശേഷം
ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ തിടക്കം കൊണ്ടായിരിക്കും കുറേ സമയം എടുക്കണ പോലെ തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആരെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഉടനെ തന്നെ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ വീട്ടിൽ അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, നാത്തൂൻ നിഷയുണ്ട്, ആങ്ങളുടെ പേര് അനീഷ്, പിന്നെ അമ്മാവൻ്റെ മോള് സ്മിതയുണ്ട്, സ്മിതയുടെ മോള് സനു, പിന്നെ ബിജു ഉണ്ട്, അതായത് സ്മിതയുടെ ഹസ്ബൻഡ്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ കാണാം നമുക്ക്. ഇവിടെ അമ്മയുണ്ട്, സ്മിതയുണ്ട്, പിന്നെ തങ്കുട്ടി, സനു ഒക്കെ ഉണ്ട്. തങ്കുട്ടിയാണ് നാരങ്ങ വെള്ളമൊക്കെ കലക്കണത്. പിന്നെ നോന് വേഗം കലക്ക്, ഷൈലാപ്പിക്ക് ഭയങ്കര ദാഹം. ഇവന് അവിടെ വീട്ടിൽ എടുത്തിട്ട് പോകുന്നതാണ്. കുറച്ച് ദിവസമായി അപ്പോഴേ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒളിമ്പിക്സിലൊക്കെ ഓട്ടോ ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസം കാണുള്ളൂ. ഹലോ ഈ ലവ് ബേഡ്സിൽ ഒരെണ്ണം എന്തേ നോനോ ഇടുമ്പോ ഒരു കിളിനെ കണ്ടില്ല. പാവത് ഒറ്റയ്ക്കായിപ്പോഴും ഒരു കൊച്ചതിലേക്കൂടെ പോകണം. അത് ഒറ്റയ്ക്കല്ലാഞ്ഞെങ്കിലേ ഇപ്പൊ ഭയങ്കര ബഹളമല്ലായിരുന്ന ഇതിനു മുമ്പ് വരുമ്പോഴ്. എന്നാ പറഞ്ഞ ചിക്കൻ നഗറ്റ്സ് സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്നതാണ്. നമ്മള് സ്റ്റാർട്ടറായിട്ട് കൊടുക്കേണ്ടതല്ലേ. നന്നായിട്ട് ഫ്രൈ ആക്കണം. അവിടെ ഫ്രൈ അച്ഛനെ അപ്പൊ നമുക്ക് അടുത്തതിന് വിളിക്കാം. അച്ഛനെ നിങ്ങളിരുന്നു. എന്തെന്നാടാ ഫ്രഷ് തോന്നുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ബിരിയാണിയാണോ? ചെറിയ ഷൂട്ടിങ് ഞാനിതുവരെ ഞങ്ങൾക്ക് ദം ബിരിയാണിയുടെ ഇത് വന്നിട്ടില്ല. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ഫോട്ടോയും കൂടെ എടുക്കണം. വെക്ക്, പാത്രത്തിലേക്ക് വെക്ക്. ഇതിന്റെ അകത്തില്ലേ, ഇതിന്റെ അകത്തുള്ളൊരു നെറ്റ് പോലത്തെ ഇത് ഓൺലൈനിൽ വരും. ഉണ്ട്, അത് മാറ്റിയിട്ടല്ലേ ഇത് നോക്കാൻ. അല്ല, അത് നെറ്റില് തങ്ങി കിടക്കണം. ഇതിങ്ങനെ പുറമേ ഇരിക്കുമൊക്കെ അതെടുത്ത് ഇങ്ങനെ പൊട്ടിക്കളയാൻ പെട്ടെന്ന്. നമുക്ക് ഇത് കൊണ്ടേ കൊടുക്കാം. സ്വീറ്റ് പുഡിങ് കൊടുത്തു. ഇനി ബിജുശേഖരനെ കൊടുക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്നില്ലേ എൻ്റെ തറവാട്ട് വീട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ശ്രീയെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രീയും നയനയൊക്കെ കൂടെ ആദ്യം വരുവാണല്ലോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ പഴയ വീട് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആങ്ങളെയും കൂട്ടത്തിൽ പോന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ. വന്നും മണുക്കുന്നു. ഞങ്ങൾ നിൻ്റെ കാര്യമല്ല. അവനെ കാണിച്ചു കൊടുക്കട്ടെ. വാലൊടിഞ്ഞു. നോനും ഉണ്ട്, ആങ്ങളെ ഉണ്ട്.
ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ അങ്ങോട്ടേ നടന്ന് കണ്ട് ഇവിടെ കിടക്കണ ഞങ്ങള് കണ്ടില്ലായിരുന്നു. കഴിച്ചാ കഴിച്ചു. വന്നിട്ട് പോകാമനെ എൻ്റെ അമ്മ ജോലി ചെയ്തിരുന്ന അംഗൻവാടി കാണിച്ചു തരാൻ കേട്ടോ. ഇവിടെയൊക്കെ നോക്കിക്കേ, എൻ്റെ നാട്ടിൽ കുറേ കൈതയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൈതയൊക്കെ ഞാൻ പോണ സമയത്തൊക്കെ കൊച്ചു കൈത ഇത്തിരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം നിറച്ചു. മാമൻ വിഷമിച്ചാ? മാമൻ എന്നാ ചെയ്തിട്ടാണ് വിഷമിച്ചത്? പുറകെ വന്ന കാണിക്കാവേ. അവരെ കാണാനില്ല, അവർ രണ്ടുപേരും കൂടെ. അതെ, അവന്മാരിവിടെ ചൂണ്ടയിടുന്നു. ചൂണ്ടയിടുന്നു. അവൻ മീൻ പിടിക്കുന്ന സംഭവമാണത്. അങ്ങോട്ടും കയറും ഇങ്ങോട്ടും വരും. 2 എൻട്രൻസ് ഉണ്ട്. അതിനങ്ങനെയാണത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സൈഡിൽ നിന്ന് വരുന്നത് അവിടുന്ന് ഇതിനകത്താണ് മീനുണ്ട്. ഇതിനകത്ത് ഇതാണ് എൻ്റെ അമ്മ ജോലി ചെയ്തിരുന്ന അംഗൻവാടിയാണ് കേട്ടോ. അപ്പോൾ ഈ അംഗൻവാടിക്ക് സ്ഥലം കൊടുത്തതും എൻ്റെ അച്ഛൻ തന്നെയാണ് സ്ഥലം കൊടുത്തത് കേട്ടോ. എൻ്റെ അപ്പുറേ കാണാൻ ഞങ്ങളുടെ സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിൽ നിന്നാണ് അച്ഛൻ ഈ അംഗൻവാടി നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം കൊടുത്തത്. അംഗൻവാടി കാണിക്കാം, നന്നായിട്ട് കണ്ടോ. അംഗൻവാടിയുടെ ഗേറ്റ് 2 അടുത്തുണ്ടല്ലേ. ഇത് ഞങ്ങളുടെ സ്ഥലമായിരുന്നേ. പണ്ട് നെയ്ത്തുതറയൊക്കെ ഉണ്ടായിരുന്നു. തറയൊക്കെ നിന്നത് ഇവിടെയാണ്. എല്ലാം പൊളിഞ്ഞു പോയടാ. ഇത് റെഡിയാക്കാൻ പറ്റുമോ ഈ തറ? ഇനി മരം വീണ ഷീറ്റൊക്കെ പോയല്ല, ആസ്ബറ്റോസ്. നടന്ന് ഞാൻ എൻ്റെ തറവാട്ട് വീട്ടിലെത്തിയിട്ടുണ്ടേ. ഇതാണ് എൻ്റെ വീട് കണ്ടോ. എൻ്റെ മക്കളൊക്കെ കുഞ്ഞിലേ ഓടിക്കളിച്ച് വളർന്ന വീട്, ഞാൻ ഓടിക്കളിച്ച് വളർന്ന വീടൊക്കെയാണ്. ഇവിടെ വാടകയ്ക്ക് കൊടുത്തേക്കുക. ഇവിടെ വെച്ചാണ് എൻ്റെ കല്യാണമൊക്കെ നടന്നത്. എൻ്റെയും ചേച്ചിയുടെയും ആങ്ങളയുടെയും ഒക്കെ കല്യാണമൊക്കെ നടന്ന വീടാണ്. അടുത്ത വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വീട് തൊട്ടടുത്ത വീടാണിത്. ഇവിടെ പുതിയ കാവൽക്കാരനൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ചെടിയൊക്കെ ഉണ്ട്. എന്താടാ? പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീ അമ്മാവനെ ആക്കാനായിട്ട്, അമ്മാവൻ്റെ മക്കളെ ആക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലോട്ട് പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചൂണ്ടയിടാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ പള്ളിത്തോട്ടിലാണ് ചൂണ്ടയിടാൻ പോകണം. അപ്പോൾ ചൂണ്ടയ്ക്ക് വേണ്ട തീനൊക്കെ തയ്യാറാക്കണം. മൈദയിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെ. എന്താടാ ഇത്? ആണോ? എന്നാ വെള്ളമൊക്കെ എടുത്തോ. അമ്മേ, ഞാൻ അമ്മേന്തേ അമ്മയോട് പറഞ്ഞേ. ക്ലാരിറ്റി ഇല്ല.
നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നല്ലേ? അപ്പോൾ നയന നന്ദു അങ്ങനെ പിള്ളേർ സെറ്റ്, ബിജു എല്ലാവരും കൂടെ ഫസ്റ്റ് വണ്ടിക്ക് കയറി. പിന്നെ ഞങ്ങൾ അടുത്ത വണ്ടിക്ക് ഞങ്ങൾ 4 പേരും കൂടെ പോകാൻ പോവുകയാണ്. അപ്പോൾ നിഷയും സ്മിതയും ഞാനും അനീഷും കൂടെ അടുത്ത വണ്ടിയിൽ. ചൂണ്ടയിടാൻ ഞങ്ങൾ പാല് പിഴിഞ്ഞ് പൊള്ളിക്കൂന്ന് പറയാം. അങ്ങോട്ടുള്ളതൊക്കെ തീ വേസ്റ്റ് ചൂണ്ടയിടാൻ പോവാ ഞങ്ങളെല്ലാരും. എന്താ സൗണ്ട് ഉൾപ്പെടെ കൊടുക്കുവാ? അങ്ങനെ കൊടുക്കാതെ ഞങ്ങളൊക്കെ വല്ല കോമഡിയും പറഞ്ഞൊക്കെ കയറും. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ നിന്നിട്ട് പറയുന്നുണ്ടേ, അവള് പറയുന്നുണ്ടല്ലോ ഒക്കെ സൗണ്ട് അതുവഴി കൊടുക്കുമോ, നമ്മൾ പറയണ കോമഡിയൊക്കെ ഇതിൽ കേൾക്കുമല്ലോ എന്ന്. എന്നാന്ന് വെച്ചാൽ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് കിട്ടുമെന്നറിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പം നമുക്ക് മീൻ കൊണ്ടുവന്നിട്ട് പൊള്ളിക്കണോ അതോ കറി വയ്ക്കണോ, ഇനി കപ്പ വാങ്ങിച്ച് പുഴുങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ പറയണ ഉദ്ദേശിക്കുന്നത്. ഒക്കെ നമ്മൾ പറയുന്ന കോമഡി അല്ല അതേ വഴി കേൾക്കുമെന്ന് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ടേ. ചെളിയൊന്നും ഇല്ലല്ലോ. ബിജുവിന്റെ പരിചയക്കാരനാ മറ്റേ ഓട്ടോക്കാരൻ. അവിടെ ഇടാവില്ലേ ബിജു? അവിടെ ഇടാവില്ലേ? അവിടെ ഇടാന്ന് അനീഷ, അവിടെ ഇടാടാ ചൂണ്ട. അവിടെ കുഴപ്പമില്ലെന്ന്, വളർത്തുന്ന സ്ഥലം അല്ലത്. അപ്പൊ നമുക്കിനി അപ്പുറത്തെ തോട്ടിന്ന് പിടിക്കാം. ബിജുവിന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണല്ലേ. ഒക്കെ ഇറക്കണ ചൂണ്ട എടുത്തോണ്ട് പോന്നാ മതിയായിരുന്നു. ആ ചൂണ്ടയ്ക്ക് എന്നാ പറയണ നോനു? റോഡ്. റോഡ് ആൻഡ് റീലാ? റീഡെന്നാ റീലെന്നാ? റീൽ. കിട്ടിയാടാ? കിട്ടിയില്ല. സ്മിത അതാ മീനിന് തീന് കൊടുത്തോണ്ടിരിക്കുന്നു. ആ തോട്ടിലെ ശ്രമം ഉപേക്ഷിച്ച് ഇവിടെ അടുത്ത തോട്ടിലേക്ക് വന്നിരുന്നു. നേരെ തെക്കേറ്റത്തെ കാര്യമാണ് പറയണത്, അതാ ജോയിന്റ് ഭാഗം. നമ്മളെ ഏതാണ്ട് 4-5 ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നോനും ഇടുന്നുണ്ട്, ബിജു ഇടുന്നുണ്ട്, അതുപോലെ തന്നെ സനുവും തങ്കും കൂടെ ഒരു ചൂണ്ട ഇടുന്നുണ്ട്. പിന്നെ നന്ദു, അനീഷ് ഒക്കെ പ്രത്യേകം ഒക്കെ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. ചൂണ്ടയിട്ട് നമ്മൾ കൊണ്ടുവന്ന തീന് മുഴുവൻ തീരുന്നതല്ലാതെ മീൻ കിട്ടുന്നില്ലേ. അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ കണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുറേ ചെടികളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. പിന്നെ ഇതാ നോക്കിക്ക്, ആൾക്കാർ ഈ വിജനമായ സ്ഥലത്തുണ്ടല്ലോ ഈ വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാനത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. റോഡിൻ്റെ ഒരു കാറ് വന്ന് നിർത്തി അവിടെ. പിന്നെ അവസാനം ഒരു 3-4 മീൻ കിട്ടി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പിള്ളേരൊക്കെ ചൂണ്ടയിട്ട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നു. 2 പേര് വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്നത്, അതിന് ഇപ്പുറത്തോട്ട് നോക്കിയിരിക്കുന്ന. അവസാനം എന്താ ആദ്യം കിട്ടിയത് ഇതാണേ. എന്തായാലും നവനാച്ചിക്ക് സന്തോഷായി. കിട്ടിയതിനെ കളയല്ലേ. പോയില്ലല്ലേ. നമ്മുടെ മാനം രക്ഷിച്ച കൊച്ചാണ്. അങ്ങോട്ട് മാറിയിരുന്നു.
ഞാനോർത്തെ എന്തോ ഒരു വലിയ മീൻ കിട്ടിയല്ലാന്ന് ഓർത്ത് സന്തോഷിച്ചു. ഞാനും വിചാരിച്ചു നൈസായി. എടാ വേണ്ട, തിരിച്ചു തോട്ടിലേക്ക് ഇടാം. ഏത് തോട്ടിലാ ഇടുന്നത്? ആ, ഈ തൊട്ടിയിടാം, വലിയ തോട്ടിലിടാം. ചെരുപ്പൊക്കെ കൂടി കല്ല് വെറുതെ എനിക്ക് കിട്ടത്. പള്ളിത്തോട്ടില്ലേ, നല്ല സ്മൂത്ത് റോഡുമാണ് അല്ലേ? വണ്ടി ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ റോഡാണല്ലേ? ഇപ്പുറത്തെ സൈഡില് കൂരിവേട്ട. ഫ്രണ്ടിലെന്നാണ് വാങ്ങി വന്നത്. ആ സീറ്റിന്റെ അടിയിൽ കണ്ട ഒരു പച്ച ചെരുപ്പ് കിടക്കണ ഇത് വേറെന്താന്ന് ബീച്ച് കഴിഞ്ഞ് നമ്മളൊരു റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. സമയം സന്ധ്യയായി. നല്ല രസമുണ്ട് ആകാശമൊക്കെ കാണാനായിട്ട്. നല്ല കാറ്റ്, നല്ല സുഖമുണ്ട്. ചെത്തുതെങ്ങ് കണ്ടോടി കൊച്ചേ? ആ ചെത്ത് കുടത്തിനകത്ത് കള്ളുണ്ടാവും. കൊള്ളായില്ലൊരു ബീച്ചിൽ പോലൊരു പ്രശ്നമുണ്ടല്ലേ? ഒന്ന് സൂം ചെയ്തെടുത്തത് കണ്ണാട്ട് ഹട്ട്സ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടതാ ബീച്ചിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ പിള്ളേരിങ്ങനെ ബീച്ചിൽ പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വളരെ രസമൊക്കെയാണ് കേട്ടോ. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഒരു വിങ്ങൽ. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ഞങ്ങളെല്ലാവരും കൂടെ പോരാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു ചൂണ്ടയിടാനായിട്ട്. പിന്നെ എല്ലാവരും കൂടെ പെട്ടെന്ന് അങ്ങനെ പ്ലാനിട്ട് പോകുന്നതാണെങ്കിലും പെട്ടെന്ന് ചൂണ്ടയിട്ടിട്ടൊക്കെ തിരിച്ച് ചെല്ലാമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. അപ്പോൾ അമ്മ വീട്ടിലൊറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം. ഈ സന്തോഷത്തോടെയൊക്കെ നടക്കണമെങ്കിൽ അപ്പോഴപ്പോൾ എനിക്ക് അമ്മ വീട്ടിലിരിക്കണമല്ലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയും ലേറ്റായിട്ടൊക്കെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ എന്താണെങ്കിലും നമ്മളെല്ലാവരും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മയെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോരായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു ചെല്ലാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. പിന്നെ പിള്ളേരുടെ സന്തോഷത്തിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ എങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ അമ്മയെ വിളിച്ചിട്ട് അമ്മയെ ഞങ്ങളിങ്ങനെ പിള്ളേരെ ബീച്ചിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിന്ന് ബീച്ചിലോട്ട് പോവുകയാണ്. വല്ലപ്പോഴും അല്ലേ എല്ലാവരും കൂടെ ഇങ്ങനെ കുറേ കാലം കൂടിയാണ് ഇങ്ങനെ ഒരു കൂട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് വന്നു. പിന്നെ ബീച്ചിൽ വന്ന് കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചു. പിന്നെ ഒരു 9 മണിക്ക് മുൻപായിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ കൽപ്പടവുകളൊക്കെ കയറി ബീച്ചിൽ ഇറങ്ങാനായിട്ട് പോവാണ്. നോക്കിയൊക്കെ ചവിട്ടണം കേട്ടോ.